പെൺമക്കൾ വിവാഹിതരായിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അവരുടെ അച്ഛനായിരിക്കും. ഇത്രയും നാൾ തൻ്റെ മകളായിരുന്ന ആളാണ്. ഇത്രയും നാൾ തൻ്റെ ഇഷ്ടങ്ങൾക്ക് അറിഞ്ഞ് തൻ്റെ കൂടെ ജീവിച്ച, താൻ പൊന്നുപോലെ നോക്കിയ തൻ്റെ മോളാണ് ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത്. മറ്റൊരു അമ്മയുടെയും അച്ഛൻ്റെയും മകളായി പോകുന്നു. ഇനി മറ്റൊരു ആളാണ് രക്ഷകർത്താവാകുന്നത്. അച്ഛൻ എന്നൊരു സ്ഥാനം അവിടെ ഉണ്ടെങ്കിലും ആ രക്ഷകർത്തൃത്വം ഇനിയില്ല എന്നൊരു കാര്യം തന്നെ അവിടെ വരുന്നുണ്ട്. അനുമോളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം വളരെ വലുതാണ്. കാരണം അനുവിന് കുടുംബം തന്നെയാണ് ഏറ്റവും വലുത്. തൻ്റെ അച്ഛനെയും അമ്മയും കഷ്ടപ്പെടുത്താതെ അവരെ സ്നേഹിച്ച് തന്നെ ജീവിക്കുന്ന ഒരാളാണ് അനുമോള്. 13 വയസ്സിലാണ് അനുമോൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്, അഭിനയത്തിലേക്കും ആങ്കറിങ്ങിലേക്കും ഒക്കെ വരുന്നത്. ആ സമയത്തൊക്കെ തന്നെ അനുമോൾ തീരുമാനിച്ചതാണ് തൻ്റെ അച്ഛനെ ഇനി കഷ്ടപ്പെടുത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളതും സന്തോഷിച്ചിട്ടുള്ളതും തൻ്റെ കാര്യത്തിലാണെന്ന് അനുമോൾ പറയാറുണ്ട്. നന്നായി കാശുണ്ടാക്കാൻ പറ്റി, തൻ്റെ നല്ല ഫെയിം ഉണ്ടായി. അതൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നൽകിയ തൻ്റെ ഗുരുദക്ഷിണയായിട്ടാണ് അനുമോൾ കാണുന്നത്. വിവാഹം കഴിഞ്ഞ് കൈ പിടിച്ച് കൊടുക്കുമ്പോൾ അനുമോൾ കണ്ണ് നിറഞ്ഞ് അച്ഛനെ നോക്കുന്നുണ്ട്. അതുവരെ സങ്കടം കടിച്ചു പിടിച്ച് നിന്ന അച്ഛൻ അപ്പോൾ മുഖം മാറുന്നതും കണ്ണ് നിറയുന്നതും പൊട്ടിക്കരയാൻ പോകുന്നതും ഒക്കെ നമ്മൾ കാണും. ഒരച്ഛന് മകളോടുള്ള സ്നേഹം തന്നെയാണ് അത്. ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, അയ്യോ കരയല്ലേ, വിഷമിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അനുവിൻ്റെ കണ്ണും നിറയുന്നുണ്ട്. അത് അച്ഛൻ മകൾ തമ്മിലുള്ള ഒരു സ്നേഹവും ആ ഒരു ഇഴയടുപ്പവും തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് കണ്ട് വളർന്ന ഒരാളാണ് അനു. അതുകൊണ്ട് തന്നെ താൻ കാരണം തൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും വിഷമിക്കാൻ പാടില്ല, തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനും പാടില്ല എന്ന് വിചാരിച്ച് തന്നെ കഷ്ടപ്പെട്ട് തന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിയ ആളാണ് അനു. അനുവിൻ്റെയും ഭുവനേശ്വറിൻ്റെയും വിവാഹം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അത്ര ടോക്കറ്റീവ് ഒന്നും അല്ല ഭുവനേശ്വർ എന്നാണ് ആരാധകർ പറയുന്നത്. ഭുവനേശ്വർ ആണ് വരൻ എന്നറിഞ്ഞതോടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ആകമാനം ആളുകൾ എല്ലാവരും ആരാണ് ഈ ചുള്ളൻ എന്ന് തപ്പി നടക്കുകയായിരുന്നു. എന്തായാലും അത് കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ കണ്ടെത്തി കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും അയ്യോ അടിപൊളി ചെക്കനാണല്ലോ, എന്ത് രസമാണ്, അനു ഇത്രയും കാത്തിരുന്നത് വെറുതെ ആയില്ല എന്ന് തോന്നി. എന്നാൽ ഇന്ന് ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാവുന്നത് അത്ര ടോക്കറ്റീവ് അല്ല. അനു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. എന്നാൽ അനുവിൻ്റെ വരൻ ഭുവനേശ്വർ, ഭർത്താവായ ഭുവനേശ്വർ അധികം സംസാരിക്കാത്ത ഒരാളാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തമിഴിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെയുള്ള ഒരു ഭ്രമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം യൂട്യൂബ് വീഡിയോകളാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അല്ലാത്ത പുറത്ത് ഇത്രയും വലിയ ആൾക്കൂട്ടം, ക്യാമറകൾ, ഇത്രയും വെളിച്ചം, ഇത്രയും ഒരു ഫെയിമിലോട്ട് അദ്ദേഹം വന്നിട്ടില്ല. കാരണം ഇവരുടെ മറ്റ് ചടങ്ങുകളൊന്നും തന്നെ പബ്ലിക് സ്പേസിലോട്ട് വന്നിട്ടില്ല. ഈ വിവാഹമാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം അനുവിനെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ്.